ശ്രീകാന്ത്, ഇപ്പൊ എവിടെയാണുള്ളത്? ഇപ്പം അവിടേക്ക് കൂടുതൽ ആളുകൾ എത്തിച്ചേരുന്നുണ്ടോ? പൊങ്കാലക്കലങ്ങളൊക്കെ എല്ലായിടത്തും നിരന്ന് കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പ്രവിത, ഞാൻ നിൽക്കുന്നത് ആറ്റുകാൽ ദേവി നടയ്ക്ക് തൊട്ടടുത്ത് തന്നെയാണ്. ഇതാ നിലവിലിപ്പോൾ ഈ ദൃശ്യങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. ആ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുന്നതിന്റെ അവസാനവട്ട ഒരുക്കങ്ങളിലാണ് എല്ലാ സ്ത്രീജനങ്ങളും. അവർ ദർശനമൊക്കെ കഴിഞ്ഞ് ഇതുവഴി അവരവരുടെ ഈ കട്ടയൊക്കെ നിരത്തിയിട്ടുള്ള ആ സ്ഥലത്തേക്ക് പോവുകയാണ്. ആ ദൃശ്യങ്ങൾ നമ്മുടെ ക്യാമറാമാൻ സിറില് ഒന്ന് കാണിച്ചു തരും. പക്ഷെ ഒരു കാര്യം കൂടി ഇതിന്റെ കൂടെ പറയേണ്ടതുണ്ട് പ്രവിത. കാരണം ഇന്നലെ ആകാശം അത്യാവശ്യം മേഘാവൃതമായിരുന്നു, അത്ര ചൂട് അനുഭവപ്പെടുന്നില്ലായിരുന്നു. പക്ഷെ ഇന്ന് രാവിലെ മുതൽ തന്നെ അതിന്റെ ഒരു ചൂട് അടിച്ചു തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തെ സാരഥിയായിരുന്ന സതീഷ് പറഞ്ഞതുപോലെ പൊള്ളി പിരിന്നു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് ഇന്ന് കുറച്ചുകൂടി കഴിയുമ്പോൾ. അതാണ് മൊത്തത്തിലുള്ള ഒരു അവസ്ഥ. പിന്നെ പറയുന്നത് ഇവിടുത്തെ ഈ ചടങ്ങിന്റെ ഭാഗമായുള്ള മൺകലങ്ങളെ കുറിച്ച് അത് നേരത്തെ പറയണമെന്ന് വിചാരിച്ചാണ്. അതൊന്ന് പറയാം. ഈ മൺകലങ്ങളാണ് പൊങ്കാല സമർപ്പണത്തിന് പ്രധാനമായും നമ്മൾ ഉപയോഗിക്കുന്നത്. ഈ തമിഴ്നാട്ടിലെ തക്കലയ്ക്ക് സമീപം മുട്ടക്കാട്, തലക്കുളം, നാഗർകോവിലിന് തൊട്ടടുത്തുള്ള ചുങ്കൻകട, താഴക്കുടി എന്നിവിടങ്ങളിൽ നിന്ന് ഈ മൺകലങ്ങൾ ഇവിടേക്ക് പൊങ്കാലയ്ക്ക് വേണ്ടി എത്തിക്കും. നമ്മൾ ഈ കിഴക്കേക്കോട്ട, തമ്പാനൂർ, മറ്റ് സ്റ്റാച്യു ഉൾപ്പെടെയുള്ള ഏത് മേഖലകളിൽ പോയാലും കുറച്ചധികം ദിവസങ്ങളായി നമുക്കത് കാണാമായിരുന്നു. ഇവിടുത്തെ പൊങ്കാലയ്ക്ക് ഉപയോഗിക്കുന്ന മൺകലങ്ങൾ ഐശ്വര്യത്തിന്റെ പ്രതീകമായി വീടുകളിൽ കൊണ്ടുപോയി അവിടെ സൂക്ഷിക്കാറാണ് പതിവ്. ഒരെണ്ണം മുതൽ 100 കലങ്ങളിൽ വരെ പൊങ്കാല സമർപ്പിക്കുന്നവരുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. ഈ ആറ്റുകാൽ ദേവി ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്ന് പറയുന്നതിന് യാതൊരുവിധ തർക്കവുമില്ല. അത് ഈ ദേവി ക്ഷേത്രത്തിന്റെ ചുറ്റും നിൽക്കുമ്പോൾ മാത്രമല്ല, നമ്മൾ ആ തമ്പാനൂരൊക്കെ ഇറങ്ങി, നിങ്ങൾ രാവിലെ പോയതാണെന്ന് എനിക്ക് തോന്നുന്നു, തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ, ബസ് സ്റ്റാൻഡ്, കിഴക്കേക്കോട്ട, സ്റ്റാച്യു, ബേക്കറി ജംഗ്ഷൻ, ഈഞ്ചക്കൽ, പേട്ട എന്ന് വേണ്ട തലസ്ഥാന നഗരം ഒന്നാകെ തന്നെ സ്ത്രീകൾ കൈയടക്കിയ ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കും. അത്ര കണ്ട് ജനങ്ങൾ കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ എത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനു മുമ്പ് ഗിന്നസ് റെക്കോർഡിലൊക്കെ കയറിയിട്ടുള്ള ഒന്നാണ് നമ്മുടെ ആറ്റുകാൽ പൊങ്കാല എന്ന് പറയുന്നത്. അത് പൂർവാധികം ഭംഗിയായി ഇപ്പോഴും നടക്കുകയാണ്. എന്തായാലും 10:15 പൊങ്കാല ആരംഭിക്കും, പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കും. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പാണ്. നമ്മുടെ തിരുവനന്തപുരത്ത് പയറ്റിത്തെളിഞ്ഞ നമ്മുടെ SKN ഈ പൊങ്കാല വിശേഷങ്ങളുമായി നമുക്കൊപ്പം അല്പസമയത്തിനുള്ളിൽ ചേരും എന്ന് കരുതുന്നു. അതിനുവേണ്ടിയുള്ള കാത്തിരിപ്പിൽ കൂടിയാണ്. ാണ് വിശദമായ വിവരങ്ങളുമായി ചേർന്നത്. അപ്പോൾ ശ്രീകാന്ത് പറഞ്ഞതുപോലെ തന്നെ ഇപ്പോൾ നമ്മൾ ഇവിടെ ഒരുപാട് ആളുകളെ കാണുന്നുണ്ട്. ലക്ഷക്കണക്കിന് സ്ത്രീകളാണ് ആറ്റുകാൽ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നത്. അപ്പോൾ അതിന്റെ കൂടെ നമ്മൾ സിനിമയിലും ഒപ്പം തന്നെ രാഷ്ട്രീയത്തിലും ഒക്കെ തിളങ്ങിയിട്ടുള്ള അല്ലെങ്കിൽ സമൂഹത്തിലുള്ള ആളുകൾക്ക് അറിയുന്ന ഒരുപാട് ആളുകൾ പൊങ്കാല അർപ്പിക്കാൻ എത്തുന്നുണ്ട്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ സിനിമ സീരിയൽ താരങ്ങൾ പൊങ്കാല അർപ്പിക്കാൻ അന്വേഷിക്കുന്നുണ്ട്. ഏറ്റവും കൂടുതൽ ആളുകൾ എത്തുന്ന ഗൗരിവന്ദനം എന്നുള്ള ഹോട്ടലിലാണ്. ആ ഹോട്ടലിന്റെ പരിസരത്താണ്. അത് ആറ്റുകാൽ ക്ഷേത്രത്തിന്റെ തൊട്ടടുത്താണ്. അപ്പൊ അവിടെ നിന്നുള്ള വിവരങ്ങളാണ് ശ്രീകാന്ത് നൽകിയത്. അപ്പം എല്ലാവരും ചോദിക്കുന്നുണ്ട് ചിപ്പി ചേച്ചി എവിടെയെന്നല്ലേ? കാരണം എല്ലാ പൊങ്കാലയ്ക്കും മുടങ്ങാതെ വരുന്ന ആളാണ് ചിപ്പി. അപ്പൊ ഇത്തവണയും ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ ഈ KSRTC ഒക്കെ ഇങ്ങനെ പോകുന്നുണ്ട്. പക്ഷെ കുറച്ച് കഴിയുമ്പോഴേക്ക് ഈ വാഹന സൗകര്യമൊക്കെ ഇവിടെ യാത്രാ സൗകര്യം അടക്കം കുറച്ച് ബുദ്ധിമുട്ടിലാകും. വലിയ തിരക്കുണ്ട്. എന്തായാലും അത് നമുക്ക് ഇവിടെ കുറച്ച് ചേച്ചിമാരുണ്ട്, അങ്ങനെ പൊങ്കാല അർപ്പിക്കാനായി എത്തിയിട്ടുണ്ട്. പൊങ്കാല ഇവിടെ കട്ട അടുക്കുകയാണ്. പൊങ്കാല അർപ്പിക്കാനായി എവിടുന്ന വരുന്നത്? കൊല്ലം. അപ്പൊ ഇന്നലെ വന്നോ? ഇന്നലെ വന്നു. സ്ഥലം പിടിക്കാനൊക്കെ നേരത്തെ കുറച്ച് പണിപ്പെട്ടേ അല്ലെ മണ്ടക്കാട്ടൊക്കെ പോയിട്ട് വന്ന് വളരെ പെട്ടെന്നായിരുന്നു. ക്ഷേത്ര ദർശനം നടത്തിയോ? നടത്തി. എങ്ങനെ കയറി? ഇത്ര തിരക്കല്ലായിരുന്നോ? ഇല്ല, വലിയ കുഴപ്പമില്ലായിരുന്നു. മണ്ടക്കാട്ടൊക്കെ പോയി. എന്തൊക്കെയാണ് ഇന്ന് അർപ്പിക്കുന്നത്? എന്തോ എന്തൊക്കെയാണ് ഇന്നത്തെ വഴിപാടായി? ശർക്കര പായസം മാത്രമൊക്കെ നടത്താൻ, അല്ലാതെ മറ്റു ഇതൊന്നുമില്ല. അമ്മയോട് എന്താ പറയാനുള്ളത്? എന്താ ആഗ്രഹമാണ്? അമ്മയുടെ മക്കളുടെ ദുഃഖങ്ങളൊക്കെ പറയാനുണ്ട്. പരിഹരിക്കപ്പെടും. അവൻ SLCക്ക് പഠിക്കുന്നുണ്ട്. പരീക്ഷയാണല്ലേ? ആണ്. അതെ, അങ്ങനെയാണ്. അപ്പൊ ഓരോരുത്തർക്കും ഓരോരോ ആവശ്യങ്ങളുമായി ഓരോരോ അതിലൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം മേഘന, ഇവരെല്ലാം അമ്മമാരാണ്. ഈ അമ്മമാരെല്ലാം അവരുടെ മക്കൾക്ക് വേണ്ടിയും ഭർത്താവിന് വേണ്ടിയും ഒക്കെ അങ്ങനെ വന്ന് പ്രാർത്ഥിക്കുന്നവരാണ്. മറ്റൊരു മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയുണ്ട്. അവർ ഒരേ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഇരിക്കണം. ഒരു സ്ഥലത്ത് നിന്ന് വന്നവരായിരിക്കും. നമുക്കത് റോഡ് ക്രോസ് ചെയ്ത് അങ്ങോട്ട് പോയാൽ പക്ഷെ ഇങ്ങനെ തുടരെ ബസ്സുകൾ കുറച്ച് കഴിയുമ്പോൾ ഇതൊക്കെ ഈ ബസ്സൊന്നും ഉണ്ടാവില്ല. നമുക്ക് ആ റോഡൊന്ന് ക്രോസ് ചെയ്യണം. പക്ഷെ ബസ്സുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ചേച്ചി എന്താ പേര്? എവിടുന്നാ വരുന്നേ? കൊല്ലം കുണ്ട്ര. ഒറ്റയ്ക്കാണോ വന്നേ? ഇല്ല, എന്റെ ചേട്ടനും വയ്യാത്ത ആളാ അവിടെ ഇരിക്കുന്നുണ്ട്. എത്ര വർഷമായി വരുന്നു?
ഞാൻ ഇപ്പൊ ആദ്യമായിട്ടാ. ആദ്യമല്ല, നേരത്തെ വന്നിട്ടുണ്ട്. പിന്നെ ഭർത്താവിന് വയ്യാതായണൊക്കെ പിന്നെ ഇപ്പൊ. മേഘന ശ്രദ്ധിച്ചോ? ആദ്യമായാണ് വരുന്നതെന്ന് പറയുന്ന ഒരുപാട് പേരുണ്ട്. അത് തന്നെയാണ് കൂടുതൽ ആളുകൾ ഈ പൊങ്കാല അർപ്പിക്കാനായി എത്തുന്നു. ജനറേഷൻ മാറി നമുക്കൊന്ന് സംസാരിക്കേണ്ടതുണ്ട്. എവിടുന്ന് വരുന്നത്? വെഞ്ഞാറമൂട്. മുന്നേ വരാറുണ്ടോ? വരാറുണ്ട്. എന്താ ഒരു അനുഭവം, എന്താ പ്രാർത്ഥനകൾ എങ്ങനെയാണ്? പ്രാർത്ഥിച്ചാലും നടക്കും. ഏത് ക്ലാസ്സിലാണ് മോള് പഠിക്കുന്നത്? 9ാം ക്ലാസ്. അപ്പൊ അടുത്ത വർഷം SSLC നന്നായിട്ട് ഫുൾ എ പ്ലസ് കിട്ടണമെന്നുള്ള പ്രാർത്ഥനയാണോ? തന്നെയാണ് അടുത്ത വർഷത്തെ SSLC പലർക്കും പല കാരണങ്ങളുണ്ടല്ലോ. എന്താ പേര്? അശ്വതി. ഞാൻ അവളെ അമ്മ. ആ, മനസ്സിലായി. അമ്മയാണെന്ന് തോന്നില്ല, പക്ഷെ തോന്നില്ല. പറഞ്ഞു. ഒത്തിരി വർഷമുണ്ട് ഇന്ന് പൊങ്കാല മാത്രമേ ഉള്ളൂ. അപ്പൊ കുറച്ചു നേരം കഴിയുമ്പോഴേക്കും ഭയങ്കര ചൂടായിരിക്കില്ലേ? ചൂടായിരിക്കും. ഇപ്പൊ ഞാൻ കഴിഞ്ഞ വർഷം വരാൻ പറ്റിയില്ല. അപ്പൊ ഈ വർഷം വരണോന്ന് പറഞ്ഞു ഒത്തിരി ആഗ്രഹത്തിൽ വന്നത്. ഒത്തിരി വർഷം വന്നിട്ടുണ്ട്. അപ്പൊ കഴിഞ്ഞ തവണ ഒന്ന് മുടങ്ങിപ്പോയി. അപ്പൊ അതുകൊണ്ട് അപ്പൊ അടുപ്പിച്ച് എത്ര വർഷം വന്നിട്ടുണ്ട്? ഞാൻ ഒരു 7 വർഷത്തിന് വന്നിട്ടുണ്ട്. നമുക്ക് വളരെ പെട്ടെന്ന് ആ കാഴ്ചയിലെ കൂടെ പോകണം. അതെ, ഒരേപോലെ വേഷം ധരിച്ചിരിക്കുന്ന ഈ ചേച്ചിമാരിലേക്ക് വളരെ പെട്ടെന്ന് പോകാം. ചേച്ചി, നിങ്ങൾ എവിടുന്നാ വരുന്നത്? ഞങ്ങൾ കോഴിക്കോട്. എല്ലാവരും ഒരേ കളറാണ്? ഒരേ കളറാ. ഒരേ ഇടത്തുനിന്നാണോ? മാറിപ്പോണ്ടാ. 37 ആളുണ്ട് ഇപ്പൊ. 37 ആളുണ്ട്. 37 പേരാണ് ഇങ്ങനെ നിരന്നിരിക്കുന്നത്. അപ്പം